നമസ്കാരം. പ്രധാന വാർത്തകൾ. മെഡിക്കൽ കോളേജുകളിലെ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണ പ്രതിസന്ധി താൽക്കാലികമായി പരിഹരിച്ചു. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ കെ.വി. വിശ്വനാഥനാണ് ഇക്കാര്യം അറിയിച്ചത്. ഉപകരണങ്ങൾ തിരിച്ചെടുക്കില്ലെന്ന് ഏജൻസികൾ ഉറപ്പു തന്നിട്ടുണ്ടെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 11 കോടി രൂപ ഏജൻസികൾക്ക് കൊടുക്കുമെന്നും വിശ്വനാഥൻ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് 8 കോടി രൂപ ഏജൻസികൾക്ക് കൈമാറും. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലാണ് കുടിശ്ശിക കൂടുതലുള്ളത്. കുടിശ്ശിക നൽകാത്തതിനാൽ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനായിരുന്നു ഏജൻസികളുടെ തീരുമാനമെന്നും കെ.വി. വിശ്വനാഥൻ കൂട്ടിച്ചേർത്തു. മാത്യു കുഴൽനാടൻ സുപ്രീം കോടതിയിൽ. CMRL എക്സാലോജിക് കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി മാത്യു കുഴൽനാടൻ MLA. അന്വേഷണ ആവശ്യം തള്ളിയ ഹൈക്കോടതി വിധിക്കെതിരെയാണ് അപ്പീൽ. മാത്യു കുഴൽനാടന്റെ അപ്പീൽ സുപ്രീം കോടതി നാളെ പരിഗണിക്കും. CMRL എക്സാലോജിക് കരാറിൽ അഴിമതിയുണ്ടെന്ന മാത്യു കുഴൽനാടൻ MLAയുടെ വാദങ്ങൾ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ തിരുമൽ ചികിത്സയുടെ മറവിൽ സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതി പിടിയിൽ. ചേർത്തല തുറവൂർ പള്ളിത്തോട് സ്വദേശിയായ ചന്ദ്രബാബു എന്ന സഹലേഷ് കുമാറാണ് പിടിയിലായത്. കരുനാഗപ്പള്ളി കോടതി സമുച്ചയത്തിന് സമീപമുള്ള വീട്ടിൽ ഇയാൾ തിരുമൽ കേന്ദ്രം നടത്തിവരികയായിരുന്നു. എത്ര പഴക്കമുള്ള വേദനയും ഒറ്റ ദിവസം കൊണ്ട് മാറ്റി നൽകാമെന്ന് സമൂഹമാധ്യമങ്ങളിലെ പരസ്യം കണ്ടാണ് കണ്ണൂർ സ്വദേശിനി പ്രതിയെ സമീപിക്കുന്നത്. നടുവേദനയുടെ ചികിത്സയ്ക്കായി എത്തിയ സ്ത്രീയെ 54-കാരനായ പ്രതി ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കരുനാഗപ്പള്ളി പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത്. വയോധികനെ അയൽവാസി തലയ്ക്കടിച്ചു കൊന്നു. ഇന്ന് വൈകുന്നേരം 7 മണിയോടെയാണ് സംഭവം. കാസർഗോഡ് കരിന്തളം കുമ്പളപ്പള്ളിയിൽ അയൽവാസിയായ ശ്രീധരൻ വടികൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കണ്ണനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. നീലേശ്വരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. ആക്രമണ കാരണം സംബന്ധിച്ച വ്യക്തത വന്നിട്ടില്ല. രാഷ്ട്രപതി ശബരിമലയിലേക്ക് ഈ മാസം 22-ന് ദർശനം നടത്തും. ഈ മാസം 24 വരെ രാഷ്ട്രപതി കേരളത്തിൽ തുടരും. സർക്കാരിനെ ഔദ്യോഗികമായി രാഷ്ട്രപതി ഭവൻ ഇക്കാര്യം അറിയിച്ചു. ഒക്ടോബർ 17-നാണ് തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുന്നത്. കുറച്ചു മണിക്കൂറുകൾ സന്നിധാനത്ത് തുടരുന്നതിനു ശേഷമായിരിക്കും രാഷ്ട്രപതി മടങ്ങുക. സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ വിലയിരുത്തലുകളിലേക്കുമുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു.